പണ്ട് മദ്രസയിൽ വെച്ച് നമ്മുടെ ഉസ്താദുമാർ ഇത് പറഞ്ഞു തന്നപ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഉസ്താദുമാർ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട് മാതാപിതാക്കളുടെ ഗുണമായി. ഏതോ ഒരു കുട്ടി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മുസല്ല വലിച്ച്, ഉമ്മ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസല്ല പിടിച്ച് വലിച്ച് ആ നിസ്കാരത്തിൽ നിന്ന് വീണ് ഉമ്മയുടെ കാല് നോക്കിയിട്ട് ഉമ്മ എവിടെയാണ് സ്വർഗമെന്ന് ചോദിച്ച കഥ നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു തരാറുണ്ട്. ആ കഥയല്ല ഇത്, അതിന്റെ പൊരുളാണ് നബി തങ്ങൾ പറഞ്ഞത്. മാതാപിതാക്കളുടെ പൊരുത്തം വേണം. ഉമ്മയുടെയും ഉപ്പയുടെയും പൊരുത്തമില്ലാതെ നീ ഏത് മേഖലയിൽ എത്തിപ്പെട്ടിട്ടും കാര്യമില്ല, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാൻ എന്നൊരു അധ്യായം തന്നെയുണ്ട്. ആ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മരണപ്പെടാൻ നേരത്ത്, വഫാത്താകാൻ വേളയിൽ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശം നടത്തുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. സ്വന്തം മകനെ വിളിച്ചുകൊണ്ട് ഉപദേശം നടത്തുകയാ. ആ കൂട്ടത്തിൽ പറഞ്ഞു, മകനെ, ഉപ്പാക്കൊരു വസിയ്യത്തുണ്ട്, ഉപ്പാക്കൊരു ഉപദേശമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്നൊരു പിടി മണ്ണ് നീ എനിക്ക് കൊണ്ടുതരണമെന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം വളരെ തന്ത്രപരമായി ഇടപെടാൻ കഴിവുള്ള, വളരെ ഹിക്മത്ത് കാണിക്കുന്ന മഹാനായതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹകീം എന്ന് ആ പേരിനൊപ്പം, ലുഖ്മാൻ എന്ന പേരിനോടൊപ്പം ഹകീം തന്ത്രശാലി എന്ന് ചേർക്കപ്പെട്ടത്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മകനോട് പറയുകയാണ്, മകനെ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു പിടി മണ്ണ് മരിക്കുന്നതിന് മുമ്പ് ഉപ്പയെ കൊണ്ട് നീ കാണിക്കണം കേട്ടോ, ഉപ്പയെ കൊണ്ട് നീ കാണിക്കണമെന്ന് പറയുകയാ. മഹനദാ ഒട്ടും മടിച്ചില്ല, ശങ്കിച്ചില്ല. ആ ഉപ്പയുടെ ശിക്ഷണത്തിൽ വളർന്ന മകനല്ലേ, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ശിക്ഷണത്തിൽ വളർന്ന മകനല്ലേ, ഓടുകയാണ്, ഉമ്മയുടെ അരികിലേക്ക് ഓടുകയാണ്. എന്നിട്ട് അതാ ഉമ്മ ചവിട്ട കാലിന്റെ അടിയിൽ നിന്നൊരു പിടി മണ്ണുമായി അതാ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വരുന്നു. ഉപ്പാ, സ്വർഗത്തിൽ നിന്നുള്ള മണ്ണുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, സ്വർഗത്തിൽ നിന്നുള്ള മണ്ണുമായിട്ടാണ് ഉപ്പ ഞാൻ വന്നിട്ടുള്ളത്. ഇതാ സ്വർഗലോകത്തെ മണ്ണ് എന്ന് പറയുമ്പോ ഉപ്പ സന്തോഷത്തോട് കൂടെ ചോദിക്കുകയാണ്, മകനെ, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? ഉടനെ വന്നു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മാത്ത്, ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലല്ലേ ഉപ്പാ സ്വർഗമുള്ളത്. ആ സ്വർഗത്തിലെ മണ്ണാ ഉമ്മയുടെ കാല് ചവിട്ടിയ, ഉമ്മയുടെ കാല് സ്പർശിച്ച ആ സ്ഥലത്ത് നിന്നെടുത്ത മണ്ണാണ് ഉപ്പാ. ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്ര ഗൗരവമുള്ള സംഗതിയാണ് കേട്ടോ. പ്രായം ചെന്നവരെ ശ്രദ്ധിക്കണം കേട്ടോ. മാതാപിതാക്കൾ നമുക്കുള്ള പരീക്ഷണമാണ്, മാതാപിതാക്കൾ നമുക്കുള്ള പരീക്ഷണമാണ്. പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാഹു നിന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് വൃദ്ധനായ മാതാപിതാക്കളെ നിനക്ക് നൽകിയത്, പ്രായം ചെന്ന ഉമ്മയെയും ഉപ്പയെയും നിനക്ക് നൽകിയത്. പടച്ചറപ്പ് നിന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. ആ പരീക്ഷണത്തിൽ നീ വിജയിച്ചാലേ നിനക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ, നിനക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. ആ പരീക്ഷണ വസ്തുവിൽ നീ പരാജയപ്പെട്ടു പോയാൽ നിനക്ക് നരകമാണ് കേട്ടോ. നീ ചെറുപ്രായത്തിലായിരിക്കുന്ന സമയത്ത്, നീ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നിന്റെ കാഷ്ടവും മൂത്രവും ഒരു മടിയും കൂടാതെ കോരിയെടുത്തവരാണവർ. പലപ്പോഴും നീ കാട്ടിച്ചത് അവരുടെ മടിയിലാണ്, നീ മൂത്രിച്ചത് അവരുടെ മടിയിലാണ്. പല രാത്രികളിലും അവരുടെ ഉറക്കം നീ കെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തിരിച്ചു നിന്നെ പരീക്ഷിക്കുകയാണ്. ഇന്ന് അവരതാ ചെറുപ്രായത്തിൽ കാട്ടിച്ചതുപോലെ മൂത്രിച്ചതുപോലെ കട്ടിലിൽ കിടന്ന് കാട്ടിക്കുന്നുണ്ട്, മൂത്രിക്കുന്നുണ്ട്. നീയിട്ട ഗ്രാനൈറ്റ് തറയിൽ അവർ മൂത്രിക്കുന്നുണ്ട്, നീയിട്ട ഗ്രാനൈറ്റ് തറയിൽ അവർ കാട്ടിക്കുന്നുണ്ട്. നിന്റെ പ്രതികരണം അറിയാൻ അല്ലാഹു കാത്തു നിൽക്കുകയാ, നിന്റെ പ്രതികരണം അറിയാൻ അല്ലാഹു നിൽക്കുകയാ. ഒരു കാലത്ത് നീ കാട്ടിച്ചതും മൂത്രിച്ചതും അവരുടെ മടിയിലാണ്. ഇന്ന് നീ കെട്ടിയുയർത്തിയ നിന്റെ ബംഗ്ലാവിൽ, നീ പണിത നിന്റെ റൂമിൽ ആ മെത്തയിൽ അവരെ കാട്ടിച്ചപ്പോ നിന്റെ മുഖം ചുളുങ്ങിപ്പോയിട്ടുണ്ട്, നിന്റെ നാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ശബ്ദങ്ങൾ വന്നു പോയിട്ടുണ്ട്, മനസ്സിൽ വെറുപ്പ് വന്നു പോയിട്ടുണ്ട്. ഇതറിയാനാണ് അല്ലാഹു ഈ രൂപത്തിൽ അവരെ നിനക്ക് തന്നിട്ടുള്ളത്. ഈ സമയത്ത് യാതൊരു വെറുപ്പുമില്ലാതെ അവരുടെ കാഷ്ടം കോരാൻ നിനക്ക് കഴിഞ്ഞാൽ, അവരുടെ മൂത്രം വൃത്തിയാക്കാൻ കഴിഞ്ഞാൽ, വാരിയെടുത്ത് ഭക്ഷണത്തിന്റെ ഉരുള അവരുടെ വായിലേക്ക് വെച്ചു കൊടുത്ത് അവരെ ഭക്ഷിപ്പിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് റബ്ബ് സ്വർഗം തന്നു.
അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. ധാരാളം ആളുകൾ അത് ശ്രദ്ധിക്കുന്നവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്. ഉപ്പയെയും ഉമ്മയെയും വല്ലാതെ ആദരവോടുകൂടെ അവരെ സ്നേഹിക്കുന്നവരുണ്ട്, അവരെ പരിചരിക്കുന്നുണ്ട്. പക്ഷേ 90% ഇതിന് എതിരായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇതിനെതിരായിട്ടാണ് ഇന്ന് കാണുന്നത്. എന്തേ ഇങ്ങനെ സംഭവിച്ചത്? വിധിച്ചതേ കൊയ്യൂ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാഠമാണ്. നീ കൊടുത്തില്ല, അതിന്റെ ഫലമാണ് ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, അവരുടെ സംരക്ഷണത്തിൽ വരുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ. അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വല്ലാതെ പേടിക്കണം, പേടിക്കേണ്ട ഒരു കാലമാണ്. അല്പം പോലും വിദ്വേഷം പാടില്ല, വെറുപ്പ് അവരോടുണ്ടാകാൻ പാടില്ല, മോശമായി അവരെ കാണാൻ പാടില്ല. എന്നാലേ അള്ളാഹു ഒരുക്കി തയ്യാറാക്കിയ സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ആ രൂപത്തിൽ ദൃഢമാക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം. നമുക്കെല്ലാവർക്കും അറിയാം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്, വലിയ മഹത്വം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ആ രൂപത്തിൽ ആ രണ്ടുപേരും ബന്ധപ്പെട്ടില്ല എങ്കിൽ ആ ബന്ധത്തിന് വിള്ളല് സംഭവിക്കുകയാണ്. കുടുംബം താറുമാറായി പോവുകയാണ്. എത്ര കുടുംബങ്ങളാണ് ഇന്ന് ത്വലാഖിന്റെ വക്കിലെത്തി നിൽക്കുന്നത്? എത്ര കുടുംബങ്ങളിലാണ് പ്രശ്നങ്ങൾ ഉള്ളത്? ഒരു മഹല്ലിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കറിയാൻ കഴിയും, പലപ്പോഴും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ കാതലായ വിഷയങ്ങൾ കുടുംബ കലഹങ്ങളാണ്. പലതും ത്വലാഖിന്റെ വക്കിലാണ്, പലതും കുടുംബ കോടതിയിലാണ്, പലതും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ കയറിയിറങ്ങുകയാണ്. എന്തിന്റെ പേരിൽ? നിസാര വിഷയങ്ങളുടെ പേരിൽ, ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ സംഭവിച്ചു പോകുന്ന വിഷയങ്ങളാൽ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവപൂർവം കാണേണ്ടതുണ്ട്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു സ്ത്രീ കൃത്യമായി 5 നേരം നിസ്കരിച്ചാൽ, വസ്വാമത്ത് ശഹ്റഹാ, അവൾ റമളാൻ മാസം നോമ്പനുഷ്ഠിച്ചാൽ, വഹഫിളത് ഫർജഹാ, അവളുടെ ഗുഹ്യസ്ഥാനം അവൾ സൂക്ഷിച്ചാൽ, വഅത്വഅത് സൗജഹാ, അവൾ അവളുടെ ഭർത്താവ് വഴിപ്പെട്ടാൽ, കീഴൊതുങ്ങിയാൽ, ഖീല ലഹാ അദ്ഖിലിൽ ജന്നാ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂ എന്ന് അവളോട് പറയപ്പെടുന്നതാണ്. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅത, നീ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുകൊള്ളൂ എന്ന് ആ സ്ത്രീകളോട് പറയുന്നതാണ് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവരോട് അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, നീ സ്വർഗത്തിലേക്ക് നീ ഉദ്ദേശിക്കുന്ന വാതിലുകളിലൂടെ കടന്നോ. നോമ്പനുഷ്ഠിക്കുന്നവളാണ്, നിസ്കരിക്കുന്നവളാണ്, അവളുടെ ഭർത്താവിന് കീഴൊതുങ്ങുന്നവളാണ്, അവളുടെ ഭർത്താവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവളാണ്, അവളുടെ ഭർത്താവിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്നവളാണ്. ആ രൂപത്തിൽ ജീവിച്ച സ്ത്രീകളോട് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പന വരികയാണ്, നീ ഉദ്ദേശിച്ച വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ദീർഘിപ്പിക്കുകയല്ല, ഞാൻ പറഞ്ഞു വന്നത് ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ട് ഇന്ന് പലതും ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്, പല ബന്ധങ്ങളും മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പല ബന്ധങ്ങളും മുറിവിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ രൂപത്തിൽ പോകുന്നതിന്റെ കാരണം എന്താണ്? പരസ്പരം സഹകരണമില്ലായ്മ, വിട്ടുവീഴ്ചയില്ലായ്മയുടെ പേരിലാണ് ഈ രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളും നിങ്ങൾ നോക്കൂ, പഴയ കാലത്തിന് വിപരീതമായി വിഭിന്നമായിട്ടാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പഴയ കാലങ്ങളിൽ നമ്മുടെ കുടുംബത്തിന്റെ നാഥന്മാർ നമ്മുടെ വീട്ടിലുള്ള പിതാക്കളാണ്, ആങ്ങളമാരാണ്, അവിടെയുള്ള ആൺകുട്ടികളാണ് ആ കുടുംബത്തിന്റെ നാഥന്മാർ, ആ കുടുംബത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർ. അവരാണ് പെരുന്നാൾ സുദിനമാകുമ്പോൾ ഷോപ്പിംഗ് സെന്ററുകളിൽ പോയി വീട്ടിലേക്കുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവരുന്നത്. അവരാണ് ഭാര്യമാർക്കും മാതാക്കൾക്കുമുള്ള വസ്ത്രങ്ങൾ എടുക്കുന്നത്. കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് വസ്ത്രം എടുത്തു
കൊടുത്തുകൊണ്ടിരിക്കുന്നത്, വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത് അവരാണ്, കുടുംബത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാലത്ത് മുസ്ലിം കുടുംബങ്ങളിലായാലും എവിടെയായാലും അവിടെയുള്ള ആളുകളാണ്, പുരുഷന്മാരാണ്. എന്നാൽ ഇന്ന് വളരെ വിപരീതമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കാര്യങ്ങൾ മുഴുവനും കൈകാര്യങ്ങളെല്ലാം ചെയ്യുന്നത് വീട്ടിലെ കുടുംബിനികളായി, വീടിന്റെ ഗൃഹനാഥന്മാരെ സംരക്ഷിച്ചു മക്കളെ സംരക്ഷിച്ചു മാറേണ്ടവരാണ് വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇന്ന് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ നിയന്ത്രണത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവരാണ് തീരുമാനിക്കുന്നത്. വീട്ടിൽ കല്യാണമുണ്ട് എങ്കിൽ ആ കല്യാണത്തിന് ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട വീട്ടിന്റെ അടുക്കളയിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. എങ്ങനെ നടത്തണം എങ്ങനെ നടത്തണ്ട, ഏത് രൂപത്തിലാകണം, ഗാനമേള വേണോ ഒപ്പന വേണോ, അവരാണ് തീരുമാനിക്കുന്നത്. ഈ രൂപത്തിലേക്ക് കുടുംബത്തിന്റെ തീരുമാനങ്ങൾ പുരുഷന്മാരുടെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു സാഹചര്യം ഉണ്ട്. ഇവിടെയാണ് വല്ലാത്ത വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു അവസ്ഥ വന്നാൽ, ഈ രൂപത്തിലുള്ള അവസ്ഥ നിന്റെ കുടുംബത്തിൽ ഉണ്ട് എങ്കിൽ മോനെ, നിനക്ക് ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കാൻ ഒരു അർഹതയുമില്ല, നീ മരിക്കുന്നതാണ് ഭേദം. നബി തങ്ങൾ പറയുകയാണ്, ഇതാണോ നിന്റെ കുടുംബത്തിലെ അന്തരീക്ഷം? നിന്റെ കുടുംബത്തിലെ അന്തരീക്ഷം, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി ഈ രൂപത്തിലാണോ? അവിടെ കൈകാര്യം ചെയ്യുന്നത് കുടുംബത്തിലെ സ്ത്രീകളാണോ? വിഷയങ്ങളിൽ ഏർപ്പെടുന്നത് അവരാണോ? എങ്കിൽ ഭൂമിയിൽ ആണായി ജീവിച്ചിരിക്കാൻ നിനക്ക് കഴിയുകയില്ല, മരിക്കലാണ് ഭേദം. മരിക്കാൻ വേണ്ടി ദുആ ചെയ്തുകൊള്ളുക. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ കാന ഉമറാഉകും ശിറാറകും, നിങ്ങളുടെ നാട്ടിലുള്ള ഉമറാക്കളൊക്കെ ഷർറിന്റെ ആളുകളായി മാറി. നിങ്ങളുടെ നാട്ടിൽ നല്ലത് പറഞ്ഞു കൊടുക്കേണ്ട ഉമറാക്കൾ, മക്കളെ നേർവഴിയിലേക്ക് നയിക്കേണ്ടവര്, മക്കൾക്ക് സാരോപദേശം നടത്തേണ്ടവര്, നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തേണ്ട നിങ്ങളുടെ നാട്ടിലെ ഉമറാക്കളൊക്കെ ഷർറിന്റെ ആളുകളായി മാറി, നാട്ടിൽ കുഴപ്പം വിതക്കുന്നവരായി മാറി. നിങ്ങളുടെ നാട്ടിലുള്ള സമ്പന്നരും ദുർബലരായ അവരെല്ലാവരും ആ സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത ബുഖലാ പിഷ്കന്മാരായി മാറിയാൽ, സമ്പന്നന്മാര് പിഷ്കന്മാരായി മാറിയാൽ, അവരുടെ സമ്പത്ത് കൊണ്ട് പടച്ചുറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിക്കാത്തൊരു അവസ്ഥ ഉണ്ടായാൽ, അള്ളാന്റെ റസൂല് പറയുകയാണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ത്രീകളിലേക്ക് വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ എല്ലാം അവരെ ഏൽപ്പിച്ച് വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയാനാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത്, ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം ഖബറിൽ കിടക്കലാണ് കേട്ടോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നവർ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളായാൽ, അവരെ നിങ്ങൾ ഭരണം ഏൽപ്പിച്ചു കൊടുത്താൽ, അവർ നിയന്ത്രിക്കുന്ന ആ നിയന്ത്രണ രേഖയിലാണ് നിങ്ങൾ എങ്കിൽ, അവർ ചലിക്കുമ്പോൾ ചലിക്കുന്ന പാവകളാണ് നിങ്ങൾ എങ്കിൽ, ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. നിങ്ങൾക്ക് ഖബറാണ് ഉത്തമം കേട്ടോ. ഈ രൂപത്തിൽ ഭാര്യ ഭർത്തൃബന്ധം സുദൃഢമാകേണ്ടതുണ്ട്, വളരെ ബന്ധത്തിലൂടെ ഊന്നിയ ജീവിതം നയിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കുടുംബ ബന്ധങ്ങൾ വളരെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ, വളരെ നല്ല രൂപത്തിൽ മുന്നേറാൻ കഴിയുകയുള്ളൂ. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം നോക്കൂ, അല്ലാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, അൻതസ്ജുദ ലിസൗജിഹാ, ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ, ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു കേട്ടോ. ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. വല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദിഹി ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ഖ റബ്ബിഹാ ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ കുല്ലു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഏതൊരു സൃഷ്ടാവിന്റെ എന്റെ ശരീരമുള്ളത്, ഏതൊരു സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിലാണോ ഞാനുള്ളത്, അവനെ തന്നെ സത്യം ഒരു സ്ത്രീയും അവന്റെ ഭർത്താവിനോടുള്ള, ഒരു സ്ത്രീയും അവളുടെ ഭർത്താവിനുള്ള ഹക്ക് പൂർത്തിയാക്കുന്നത് വരെ, അവളുടെ ഭർത്താവിനോടുള്ള ഹക്കടപാടുകൾ തീർക്കുന്നത് വരെ അല്ലാഹുവുമായുള്ള ഹക്കടപാടുകൾ പൂർത്തിയാകുന്നില്ല കേട്ടോ. ഭർത്താവിനോടുള്ള ഹക്കടപാടുകൾ പൂർത്തിയാകാതെ ഒരു സ്ത്രീയും അല്ലാഹുവുമായിട്ടുള്ള ഹക്കടപാടുകൾ പൂർത്തിയാകുന്നില്ല എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു തരികയാണ്, നബി തങ്ങൾ ഇത്രമാത്രം പറഞ്ഞു, ലാ യഹില്ലു ലിൽ മർഅതി അൻ തസൂമ വ സൗജുഹാ ഷാഹിദൻ ഇല്ലാ ബിഇദ്നിഹി. ഭർത്താവ് വീട്ടിലുണ്ടായിരിക്കെ, ഭർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കെ, അവന്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പ് നോൽക്കൽ പോലും സ്ത്രീകൾക്ക് അനുവദനീയമല്ല. ഭർത്താവിന്റെ സാന്നിധ്യം വീട്ടിലുണ്ടായിരിക്കെ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭാര്യമാര് സുന്നത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. അത്രമാത്രം വിഷമമുള്ള, പ്രയാസമുള്ള ഒരു ഘട്ടമാണ് ദാമ്പത്യ ജീവിതമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. പലപ്പോഴും ഈ കുടുംബ ബന്ധങ്ങൾക്ക് ഛിദ്രതയുണ്ടാകുന്നതിന്റെ പ്രധാന കാരണമായി ഭവിക്കുന്നത് അവരുടെ വീടുകളിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴാണ്. അവരുടെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ വീടിന്റെ ഉണ്ടാകേണ്ടുന്ന വിഷയങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ഈ കുടുംബങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നത്. മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നിട്ട് അവിടുന്ന് വേവലാതി ബോധിപ്പിക്കാൻ വന്നതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമതു ഖിത്അതു മിൻ ഖബ്ദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് ഫാത്തിമ? മാപ്പിള പാട്ടുകളിലൂടെ പരിചയപ്പെടുത്തുന്ന ഫാത്തിമയല്ല, മാപ്പിള പാട്ടുകളിലൂടെ പരിചയപ്പെടുത്തുന്ന ഫാത്തിമയല്ല, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകൾ. നാളെ യുവതികളായ സ്ത്രീകൾക്ക് സ്വർഗത്തിലേക്ക് നേതൃത്വ സ്ഥാനം വഹിച്ചുകൊണ്ട് അവരെയും കൊണ്ടുപോകുന്ന ഫാത്തിമ, സയ്യിദത്തുൻ നിസാ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലായി കിടക്കുന്ന സമയത്ത് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ ഹാരമായി ചാർത്തിയ സമയത്ത് ഓടി വന്ന് ആ കുടൽമാലകൾ എടുത്ത് ശരീരത്തിലെ മ്ലേച്ഛമായ വസ്തുക്കൾ കൈകൊണ്ട് വടിച്ചു നീക്കിയിട്ട് നബി തങ്ങളെ കൊണ്ടുപോയി കുളിപ്പിച്ചു കൊടുത്ത എന്റെ ഉമ്മയാണ് എന്റെ ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച റസൂലുള്ളാഹിയുടെ നടത്തമുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിയുള്ള മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരികയാണ്. വേവലാതിയുമായിട്ടാണ് വരുന്നത്. പക്ഷേ അവതരിപ്പിക്കാൻ പേടിയുണ്ട്. തന്റെ ആഗമന സല്ലമ തങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവതരിപ്പിക്കാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പേടിയുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ഈ വരവിന്റെ ഉദ്ദേശം എന്താണ്? എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നതാണോ, അതോ വെറുതെ ഒരു സന്ദർശനമാണോ? എന്തെങ്കിലും കാര്യമുണ്ടോ, അതോ വെറുതെ ഒരു സന്ദർശനമാണോ? മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ വ്യക്തമാക്കാതെ അവ്യക്തമാക്കിയ രൂപത്തിൽ സൂചനയെന്നോണം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, പ്രിയപ്പെട്ട പിതാവേ, വെള്ളം വീട്ടിലെ കിണറ്റിൽ നിന്ന് ഞാൻ തന്നെ കോരും.
പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ല, സൂചന കൊടുക്കുകയാണ്. വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം ഞാൻ തന്നെ കോരും നബിയേ. മാവ് വീട്ടിൽ വെച്ച് ശരിയാക്കി ഞാൻ തന്നെ അത് പാകപ്പെടുത്തി അത് ഞാൻ ഭക്ഷണമാക്കി മാറ്റും നബിയേ. മാവ് പാകപ്പെടുത്തിയെടുക്കുന്നത്, അത് കുഴച്ച് ഭക്ഷണമാക്കി മാറ്റുന്നതും ഞാനാണ് നബിയേ. എന്റെ കുളി വീട്ടിൽ വെച്ച് തന്നെ ആരും കാണാതെ ഞാൻ നിർവഹിക്കും. ജോലിയെടുത്ത് പാട് വീണ കരങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കാണിക്കുകയാണ്. നബിയേ, മാവ് ആട്ടി കൈകൾ അതാ പൊട്ടിയിട്ടുണ്ട്, വീട്ടിലേക്കുള്ള വെള്ളം ഞാൻ തന്നെയാണ് കോരുന്നത്, എല്ലാം ഞാനാണ് ചെയ്യുന്നത്. പക്ഷേ എന്നെ പ്രയാസപ്പെടുത്തുന്ന സംഗതി, വീട്ടിലേക്കുള്ള വിറകും ഞാൻ തന്നെയാണ് നബിയെ ശേഖരിച്ചു കൊണ്ടുവരുന്നത്. എന്റെ വീട്ടിൽ കത്തിക്കാനുള്ള വിറക് ഞാനാണ് ശേഖരിച്ചു കൊണ്ടുവരുന്നത്. ആ വിറക് ശേഖരിക്കാൻ പോകുന്നത് എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, മറ്റു വല്ലവരും കാണുമോ എന്നൊരു പേടി എനിക്കുണ്ട്. ഇങ്ങനെ സൂചനകളിലൂടെ വിഷയം ഉണർത്തിയിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബായ എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഇത്ര ദാരിദ്ര്യമുള്ള പഞ്ഞമുള്ള അലി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണല്ലോ എന്നെ വിവാഹം ചെയ്തു കൊടുത്തത്. എത്രയെത്ര ഖുറൈശി പ്രമുഖരാണ് വിവാഹാഭ്യർത്ഥനയുമായി വന്നത്, അവരെയെല്ലാം തഴഞ്ഞ് എന്നെ വിവാഹം ചെയ്തു കൊടുത്തത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന വളരെ പ്രയാസമുള്ള അലി എന്ന് പറയുന്ന വ്യക്തിക്കാണല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേവലാതി പറഞ്ഞപ്പോ അവിടുത്തെ മുഖം ചുവന്നു തുടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ചുവന്നു തുടുത്തു. കോപത്തോട് കൂടെ ചോദിക്കുന്നു, ഫാത്തിമ, നിന്റെ ഭർത്താവിനെ മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ല ഫാത്തിമ? നിന്റെ ഭർത്താവിന്റെ മഹത്വം മനസ്സിലാക്കാൻ നിനക്ക് കഴിയാതെ പോയോ ഫാത്തിമ? അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. മദീനയാകുന്ന പട്ടണമാണ് ഇൽമു കൊണ്ട് ഞാൻ എങ്കിൽ ആ പട്ടണത്തിലേക്ക് കടക്കാനുള്ള വാതിലാണ് അലി. ഫാത്തിമ ഇൽമുള്ള ആളാണ്, പണ്ഡിതനാണ് ഫാത്തിമ. നിന്നെ വിവാഹം ചെയ്തു വന്ന പലർക്കും ഇല്ലാത്ത ഗുണം അലിയിനുണ്ട് ഫാത്തിമ. അലി പണ്ഡിതനാണ് ഫാത്തിമ, ഇൽമു കൊണ്ട് നിറക്കപ്പെട്ട ആളാണ് ഫാത്തിമ. അലിയിനെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയാതെ പോയല്ലോ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നു. ഇൽമു നിറക്കപ്പെട്ട വ്യക്തിയാണ് അലി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത്, ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ ഭരണം നടത്തുന്ന സമയത്ത് ഒരു സാധുവായ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, എനിക്ക് ചില വിശേഷണങ്ങളുണ്ട്, മറ്റാർക്കും ഇല്ലാത്ത ചില വിശേഷണങ്ങൾ എനിക്കുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, ഞാൻ കാണാത്ത കാര്യത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ആളാ. ഈ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഞാൻ കാണാത്ത കാര്യത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ആളാണ്. മാത്രമല്ല, ഞാൻ സത്യത്തെ വെറുക്കുന്ന വ്യക്തിയാ. ഞാൻ സത്യത്തെ വെറുക്കുന്ന വ്യക്തിയാ. മാത്രമല്ല, ഞാൻ ഫിത്നയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത് മൂന്നും അങ്ങ് പറഞ്ഞു തീരേണ്ട സമയം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളൂരി ആ മനുഷ്യനെ വെട്ടാൻ വേണ്ടി വാളോങ്ങിയ സമയത്ത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, അരുതേ, ആ മനുഷ്യനെ ഉപദ്രവിക്കരുതേ. ആ മനുഷ്യൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായിട്ടില്ല അല്ലേ? അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുൾ അറിയാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് കേട്ടോ. കാണാത്ത കാര്യത്തിൽ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അല്ലാഹുവിനെ കണ്ടിട്ടില്ല. അല്ലാഹുവിനെ അദ്ദേഹം കണ്ടിട്ടില്ല. ഷഹാദത്ത് കലിമ ഒന്നാമത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അള്ളാഹുവിലുള്ള സാക്ഷ്യമല്ലേ? അള്ളാഹുവിനെ അദ്ദേഹം കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ആ അർത്ഥത്തിലാണ് കാണാത്ത കാര്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞത്. ഫിത്നയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഫിത്നയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഫിത്നയെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആനിൽ ഫിത്നയായി നിശ്ചയം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്ന എന്നല്ലേ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഈ ഫിത്നയെ ഇഷ്ടപ്പെടാത്തവരാരാണുള്ളത്? സമ്പത്തിനെ ഇഷ്ടപ്പെടാത്തവരെ, സന്താനങ്ങളെ ഇഷ്ടപ്പെടാത്തവരാരാണ്? ആ അർത്ഥത്തിലാണ് ആ മനുഷ്യൻ ഫിത്നയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത്, സത്യത്തെ വെറുക്കുന്നു എന്ന് പറഞ്ഞത്. യഥാർത്ഥ സത്യം എന്താണ്? ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഥാർത്ഥ സത്യം അത് മരണമല്ലേ? മരണമല്ലേ യഥാർത്ഥ സത്യം? ആ മരണത്തെ ആരാണ് സ്നേഹിക്കുക? മരണത്തെ വെറുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തുകയാണ്. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അലി ഇൽമു കൊണ്ട് നിറക്കപ്പെട്ട വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള ഒരു ആളെയാണ് ഫാത്തിമ നിനക്ക് ഭർത്താവായി ഞാൻ തന്നിട്ടുള്ളത്. അലിയുടെ മഹത്വം മനസ്സിലാക്കാൻ നിനക്ക് കഴിയാതെ പോയതിൽ നീ പരിഭവിച്ചിട്ട് കാര്യമില്ല. നീ പരിഭവിച്ചിട്ട് കാര്യമില്ല. പലരും പലപ്പോഴും പരിഭവിക്കാറുണ്ട്. ഒന്നിനും പറ്റാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരാളാണല്ലോ പടച്ചറബ്ബേ എനിക്ക് കിട്ടിയത്. ഒന്നിനും കഴിയാത്ത ഒരാളാണല്ലോ അല്ലാഹ് ഇദ്ദേഹത്തെ കിട്ടിയത്. വല്ലാത്ത വിഷമമായി പോയി. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാണ് റബ്ബേ നിന്നോട് ചെയ്തത് എന്ന് പല സഹോദരിമാരും ചോദിക്കാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകിയതാണ് നിനക്ക് നിന്റെ ഭർത്താവിനെ. അള്ളാഹുവാണ് നിനക്ക് നൽകിയത്. അവരിൽ അള്ളാഹു ഒരു ഗുണം വെച്ചിട്ടുണ്ട്. നിനക്കുള്ളൊരു ഗുണം അവരിലുണ്ട്. വെറുതെ അള്ളാഹു തന്നുവെന്ന് നിനക്ക് ചിന്തിക്കാൻ കഴിയില്ല, നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നിനക്ക് അള്ളാഹു തെരഞ്ഞെടുത്തു തന്ന ഭർത്താവിൽ നിനക്കൊരു ഗുണമുണ്ട്. പക്ഷേ ആ ഗുണം കണ്ടെത്താൻ നിനക്ക് കഴിയാതെ പോയി. ആ ഖൈർ കണ്ടെത്താൻ നിനക്ക് കഴിയാതെ പോയതിൽ അള്ളാഹുവിനെ ശപിച്ചിട്ട് കാര്യമില്ല, പടച്ചുറപ്പിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഗുണം കണ്ടെത്താൻ നിനക്ക് കഴിയണം കേട്ടോ. ആ ഗുണം കണ്ടെത്തി പ്രവർത്തിക്കാൻ നിനക്ക് കഴിയണം. എന്നാലേ നിനക്ക് വിജയിക്കാൻ കഴിയൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വലിയ ഒരു സംഭവം തന്നെയാണ്, വലിയ ഒരു പ്രയാസമുള്ള സംഗതി തന്നെയാണ്. വല്ലാത്തൊരു വിഷമമാണ്. ഒരു തളികയുടെ തലക്കൽ നിൽക്കുന്ന കടുകമണി പോലെയാണ് ദാമ്പത്യ ജീവിതം കേട്ടോ. എപ്പോൾ വീണമെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാം. ആ രൂപത്തിലാണ് ദാമ്പത്യ ജീവിതം. പൊട്ടിപ്പോകാം, തകർന്നു തരിപ്പണമായി പോകാം. അതുകൊണ്ട് വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പടച്ചുറപ്പിനോട് കാവലിനെ ചോദിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന മകനെയും ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും നമുക്കറിയാമല്ലോ, മക്കയിലെ ആ വിജനമായ പ്രദേശത്ത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കൊണ്ടു ചെന്നാക്കി. അതിലൊക്കെ വലിയ രഹസ്യമുണ്ട്. ആ വിജനമായ പ്രദേശത്ത് കൊണ്ടു ചെന്നാക്കി. അവിടെ നിന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വളർന്നു വലുതായി വിവാഹം കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമെ തന്റെ മകനെ സന്ദർശിക്കാൻ വരും. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കാണാൻ വന്നപ്പോ, വാതിൽ മുട്ടിയപ്പോൾ ഓടി വന്ന് ആ വീട്ടിന്റെ ഉള്ളിലുള്ള ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ വാതിൽ തുറന്നുകൊണ്ട് പുറത്താൻ ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ചോദിച്ചപ്പോ, എവിടെ പോയി നിങ്ങളുടെ ഭർത്താവ് എന്ന നിലയ്ക്ക് ചോദിച്ച സമയത്ത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ വളരെ മോശമാക്കി, വളരെ നിന്ദിച്ചുകൊണ്ട് ആ പെമ്പറന്നോള് മറുപടി പറയുകയാണ്. അവൾ മറുപടി പറയുകയാണ്, വല്ലാത്തൊരു പടപ്പ് തന്നെ. അള്ളാന്റെ സൃഷ്ടികളിൽ ഇങ്ങനെയൊരു മനുഷ്യനുണ്ടോ? എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. രാവിലെ ഇറങ്ങിപ്പോയാൽ വൈകുന്നേരം ഒരു സമയത്ത് കയറി വരും. കയറി വന്നാൽ ഇങ്ങനെയാണ് അവസ്ഥ. ആ മനുഷ്യനെ കുറിച്ച് പറയാതിരിക്കുകയാണ് നല്ലത്. ഒരു കാര്യവുമില്ല, ഒരു ഗുണവുമില്ല എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയുകയാണ്. കേട്ടുകഴിഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, പെണ്ണെ, ജീവിതം എങ്ങനെയാണ്? ഭർത്താവിനെ കുറിച്ച് ഇപ്പൊ ഏകദേശം ഒരു പിടുത്തം കിട്ടി. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം? കെട്ടുകൾ ഒന്നൊന്നായി അഴിക്കുകയാണ്.
കെട്ടുകൾ ഒന്നൊന്നായി അഴിക്കുകയാണ്. പറയണ്ട, നഹ്നു ബിശർരിൻ, ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. നഹ്നു ഫീ ളീഖിൻ, വല്ലാത്ത കുടുസമായ ജീവിതമാണ്, വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ, അള്ളാഹു എത്ര അനുഗ്രഹം ചെയ്താലും ആ അനുഗ്രഹത്തെ കുറിച്ച് മറ്റുള്ളവർ ചോദിച്ചാൽ പറയേണ്ട, വലിയ പ്രശ്നമാണ്, ബിസിനസ് വലിയ തകർച്ചയാണ്, വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ലക്ഷങ്ങൾ മറിയുന്നുണ്ട് എങ്കിലും അവന്റെ നാവിൽ നിന്ന് അൽഹംദുലില്ലാഹ്, പടച്ചറബ്ബേ അള്ളാഹുവേ നിനക്കാണ് സ്തുതി, കുഴപ്പമില്ല, റാഹത്താണ്. ആരെങ്കിലും കടം ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം, ചോദിച്ച വ്യക്തി കടം ചോദിക്കുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം. ഒന്നും പറയണ്ട, വളരെ ഡള്ളാണ്, ബിസിനസ് വളരെ മോശമാണ്, കൃഷിയാണെങ്കിൽ വേണ്ടതുപോലെ ഫലം കണ്ടില്ല, കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല. ഈ രൂപത്തിൽ ആരെയാണ് പറ്റിക്കുന്നത്? മനസ്സറിയുന്ന കൽബറിയുന്ന അല്ലാഹുവിനെയല്ലേ ഈ രൂപത്തിൽ അവർ പറ്റിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അൽഹംദുലില്ലാഹ്, അറബികളെ നിങ്ങൾ നോക്കൂ, വിദേശത്ത് പോയവരില്ലേ, നമ്മുടെ സദസ്സിൽ കൂടുതൽ ആളുകളും വിദേശത്ത് പോയവരില്ലേ. അപകടം പറ്റി കിടക്കുകയാണ് എങ്കിൽ, കൈകാലുകൾ മുറിഞ്ഞ് രക്തം വാർന്ന് കിടക്കുകയാണ് എങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ്, അവരുടെ നാവിൽ നിന്ന് വരുന്ന വാചകം അതാണ്, അൽഹംദുലില്ലാഹ്, പടച്ചറബ്ബേ നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് സർവസ്തുതിയും, ഇത്രയല്ലേ പറ്റിയുള്ളൂ എന്ന അർത്ഥത്തിൽ അൽഹംദുലില്ലാഹ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നില്ല. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ അവൻ ചോദിച്ചവൻ കുടുങ്ങി എന്ന അർത്ഥത്തിൽ, ചോദിച്ചവൻ കുടുങ്ങി, പടച്ചവനെ നിർത്തിക്കിട്ടാൻ ഇനിയിപ്പോ എന്താ ഹത്തോതണ്ട വരുമോ എന്നൊരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ചോദിച്ചു പോവുകയും ചെയ്തു. ഇവളാണെങ്കിൽ നാവ് ഉള്ളിലേക്ക് ഇടുന്നുമില്ല, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭർത്താവിന്റെ കുറ്റങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ നഹ്നു ബിശർരിൻ നഹ്നു ഫീ ളീഖിൻ വശിദ്ദത്തിൻ, വേവലാദികളൊന്നായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിന്റെ ഭർത്താവ് വരുമ്പോ ഇഖ്റഇ അലൈഹി സ്വലാം, ഞാൻ എന്റെ ഒരു സലാം പറയണേ, ഇങ്ങനെയൊരു മനുഷ്യൻ വന്നിരുന്നു എന്നും എന്റെ സലാമിനെ നിന്റെ ഭർത്താവിന് പറയണേ. വഖൂലീ ലഹു യുഗയ്യിറു അതബത ബാബിഹി, ഇതും കൂടി പറയണേ, ഉമ്മറപ്പടി മാറ്റാൻ സമയമായിട്ടുണ്ട്, വാതിൽ പടി മാറ്റാൻ സമയമായിട്ടുണ്ട്, അത് മാറ്റണമെന്നും കൂടി പറയണേ. വന്ന ആളെ അറിയില്ല, വന്ന ആളെ അറിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചുപോയി. ഇസ്മായിൽ നബി അലൈഹി സ്വലാം കുറെ കഴിഞ്ഞ സമയമായപ്പോ കടന്നു വന്നു, ഭാര്യ വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു. ഇങ്ങനെയൊരു മനുഷ്യൻ വന്നു, ചോദിച്ചു, ഞാൻ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതും കൂടി നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. വഖൂലീ ലഹു യുഗയ്യിറു അതബത ബാബിഹി, വീടിന്റെ ഉമ്മറപ്പടി മാറ്റാൻ സമയമായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറഞ്ഞു, പെണ്ണെ, ആ വന്നത് എന്റെ പിതാവാൻ, വാതിൽ പടി മാറ്റാൻ പറഞ്ഞത് നിന്നെ ത്വലാഖ് ചൊല്ലാനാണ് കേട്ടോ, നീയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനാണ്, നിന്നെ ഉപേക്ഷിക്കാനാണ് എന്റെ പിതാവ് പറഞ്ഞത്, അതുകൊണ്ട് നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവളെ ത്വലാഖ് ചൊല്ലി മറ്റൊരു ഭാര്യയെ വിവാഹം കഴിച്ചു. ചരിത്രം വിശാലമാണ്, ചുരുക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ മകനെ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ഒരിക്കൽ വീണ്ടും വീട്ടിൽ വന്നു. ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പുറത്തു പോയിരിക്കുകയാണ്. ചോദിച്ചു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, നല്ല മനുഷ്യൻ, അല്ലാഹുവിന്റെ പൊരുത്തമുള്ള മനുഷ്യൻ, ദീനിന്റെ ഖിദ്മത്തിലായി സമയം കണ്ടെത്തുന്ന മനുഷ്യൻ, ഇബാദത്തുമായി ബന്ധപ്പെടുന്ന മനുഷ്യൻ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട മനുഷ്യൻ, കൂട്ടുകാർക്ക് വേണ്ടപ്പെട്ട മനുഷ്യൻ, അയൽവാസികൾക്ക് സ്നേഹസമ്പന്നനായ മനുഷ്യൻ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മദ്ഹുകൾ പറയുകയാണ്. ചോദിച്ചു കുടുംബജീവിതം എങ്ങനെയാണ്? ഉടനെ വന്നു, നഹ്നു ബി ഖൈരിൻ വസ്അഹു, ഞങ്ങൾ ഖൈറിലാണ്, ഞങ്ങൾക്ക് വല്ലാത്ത വിശാലതയുണ്ട്, ഞങ്ങൾ ഖൈറിലാണ്. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയുടെ മറുപടി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, മാ തുആമുകും, നിങ്ങളുടെ ഭക്ഷണം എന്താണ്? ഖാലത്തു മഹ്രി പറഞ്ഞു, അൽലഹ്മു, ഇറച്ചിയാണ് എല്ലാ ദിവസവും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറിയാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അവസ്ഥകളൊക്കെ അറിയാം, അറിഞ്ഞിട്ടുള്ള ചോദ്യമാണ്. ഭാര്യയുടെ മറുപടി ലഹ്മു, അൽലഹ്മു, ഇറച്ചിയാണ് ഞങ്ങളുടെ ഭക്ഷണം. ഖാല ഫമാ ശറാബുകും, നിങ്ങൾ കുടിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വെള്ളം കിട്ടാനുണ്ടോ? ഖാലത്ത് അൽ മാ, ഞങ്ങൾക്ക് വെള്ളമുണ്ട്, ഞങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്.
ഖാല അല്ലാഹുമ്മ ബാരിക് ലഹു, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ ഫിൽ ലഹ്മി വൽ മാഇ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, അല്ലാഹു നിങ്ങളുടെ ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ. എന്നിട്ട് ഫഖറഇ അലൈഹിസ്സലാം, എന്റെ സലാമിനെ നിങ്ങളുടെ ഭർത്താവിന് കൊടുക്കണം കേട്ടോ. യുസബ്ബിത് അതബത ബാബിഹി, ഉമ്മറപ്പടി നിലനിർത്താൻ, വാതിൽപ്പടി നിലനിർത്താനും നിങ്ങളുടെ ഭർത്താവിനോട് പറയണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചുപോയി. ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നു, വിവരങ്ങൾ ധരിപ്പിച്ചു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞത്, എന്റെ വാപ്പയാണ് ഉപ്പയാണ് വന്നത്, നീയുമായുള്ള ബന്ധം പോകാനാണ് ഞാൻ എന്റെ ഉപ്പ ആവശ്യപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ഭാര്യ ഭർത്തൃബന്ധം വളരെ ദൃഢമായിരിക്കണം. കുറവുകളും കുറ്റങ്ങളും മറ്റുള്ളവർക്ക് മുമ്പിൽ ആക്രോശിക്കുകയല്ല, അത് പറഞ്ഞു നടക്കുകയല്ല വേണ്ടത്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഈ രൂപത്തിൽ വന്നുകൊണ്ട് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വേവലാതി പറയുന്നു, മറ്റൊരാളെയും കിട്ടിയില്ല നബിയെ, അലിയനാണല്ലോ എന്നെ വിവാഹം ചെയ്തു കൊടുത്തത്, പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിലാണെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ അത് തിരുത്തി. എന്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാരും ഉമ്മമാരും ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പെൺകുട്ടികൾ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോ അവിടെയുള്ള വിശേഷണങ്ങൾ ചോദിക്കുമ്പോ ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ചോ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചോ മോശമായൊരു സംസാരം അവരിൽ നിന്നുണ്ടായാൽ അത് തിരുത്തി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അങ്ങനെ പറയരുതെന്ന് പറയേണ്ടതുണ്ട് കേട്ടോ, ദേഷ്യപ്പെടേണ്ടതുണ്ട് കേട്ടോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാണ് പഠിപ്പിച്ചു തന്നത്. കോപത്തോടുകൂടെ പറഞ്ഞത്, നിന്റെ സ്വർഗം നിന്റെ നിന്റെ ഭർത്താവിന്റെ കാൽ ചുവട്ടിലാണ്, നിന്റെ സ്വർഗം നിന്റെ ഭർത്താവിന്റെ കാലിൻ ചുവട്ടിലാണ്. നിനക്ക് സ്വർഗം വേണോ, തിരിച്ചു പോയിക്കോ ഫാത്തിമ. എന്റെ മകളായതുകൊണ്ട് ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ സ്വർഗം കിട്ടുമെന്ന ധാരണ വേണ്ട. ശ്രദ്ധിക്കണേ ഉപ്പമാരെ, ആരാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ മകളായതുകൊണ്ട് സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ട, തിരിച്ചു പോയിക്കൊള്ളൂ, ഭർത്താവിന്റെ പൊരുത്തം നേടിക്കൊള്ളൂ, ഭർത്താവിന്റെ പൊരുത്തം നേടി ഭർത്താവിന്റെ ത്വഅത്തിലായി ജീവിച്ചുകൊള്ളുക. എന്നിട്ട് സാരോപദേശം നടത്തുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നീ വീട്ടിലേക്ക് ചെന്നാൽ നിന്റെ ഭർത്താവിന്റെ വിരിപ്പ് നീ ശരിയാക്കിയിട്ട് കൊടുക്കണം കേട്ടോ. നീ വീട്ടിലേക്ക് ചെന്നാൽ നിന്റെ ഭർത്താവ് കിടക്കാൻ നേരത്ത് നിന്റെ ഭർത്താവിന്റെ വിരിപ്പ് നീ ശരിയാക്കിയിട്ട് കൊടുക്കണം. അവൻ വരുമ്പോൾ പടിക്കൽ ചെന്ന് സ്വീകരിക്കണം കേട്ടോ. ആരാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി പടിക്കൽ ചെന്ന് അവനെ നീ സ്വീകരിക്കണം കേട്ടോ. അവൻ വന്ന് ഇരുന്നാൽ അവന്റെ കാലിൽ ധരിച്ച ചെരുപ്പ് നീ ഊരിക്കൊടുക്കണം കേട്ടോ. അവനക്ക് നോമ്പുണ്ട് എങ്കിൽ, അവൻ നോമ്പുകാരനാണ് എങ്കിൽ അവനക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നീ ഉണ്ടാക്കി കൊടുക്കണം. അവനക്ക് നോമ്പില്ല എങ്കിൽ അവന്റെ അരികിലേക്ക് നീ കടന്നു ചെല്ലുകയും അവന്റെ അരികിൽ നീ ഇരിക്കുകയും അവനക്ക് നീ ഭക്ഷണം കൊടുക്കുകയും അവനെ നീ ഭക്ഷിപ്പിക്കുകയും വേണം കേട്ടോ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപദേശം കൊടുക്കുകയാണോ, നിന്റെ ഭർത്താവിനെ ഈ രൂപത്തിൽ നീ പരിരക്ഷിക്കണം കേട്ടോ. എന്നിട്ട് പറയുന്നു, ദാരിദ്ര്യം മാറാൻ മോളെ ഞാൻ ഒരു മന്ത്രം പഠിപ്പിച്ചു തരാം. നിന്റെ ദാരിദ്ര്യമാണല്ലോ നിന്റെ പ്രശ്നം, പ്രയാസമാണല്ലോ നിന്റെ പ്രശ്നം, കുടുംബ ജീവിതത്തിലെ സാമ്പത്തിക ചുറ്റുപാടിനെ കുറിച്ചാണല്ലോ നിന്റെ പ്രശ്നം. അതിന് പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. നീ വിരിപ്പിലേക്ക് ചെന്നാൽ, നീ കിടക്കാൻ വേണ്ടി നിന്റെ ബെഡിലേക്ക് ചെന്നാൽ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറയൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശമാണ്. ഈ നിലക്ക് ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഒരു മന്ത്രം കൂടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു ആത്മീയമായ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയൂ, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയൂ,
33 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയൂ. 100 തേക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റും കൂടി നീ ചൊല്ലൂ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് തിരിച്ചു പറഞ്ഞേക്കുകയാണ്. വീട്ടിൽ സ്ഥാനം കൊടുത്തില്ല, ഇന്ന് കഴിഞ്ഞ് നാളെ പോകാമെന്ന് പറഞ്ഞില്ല. അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് സംസാരിച്ചില്ല. ഇപ്പോൾ തന്നെ പോയിക്കൊള്ളണം, ഒരു സമയം പോലും ഇവിടെ ചെലവഴിക്കാൻ പാടില്ല, വീട്ടിലേക്ക് ചെല്ലൂ. നിന്റെ ഭർത്താവ് അറിയുമോ നീ പോന്നത്? നിന്റെ ഭർത്താവിന്റെ വിവരത്തോടു കൂടെയാണോ പോന്നത്? അവൻ വരുന്നതിന് മുമ്പ് നീ വീട്ടിലുണ്ടാകണം കേട്ടോ. അലിന്റെ മഹത്വം അറിയാൻ നിനക്ക് കഴിയാതെ പോയി ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഓടുകയാണ്. അതുകൊണ്ടാണ് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ വേളയിൽ മരണപ്പെടാൻ നേരത്തെ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവേ, പ്രിയതമാ, ഞാൻ മരിക്കാൻ പോവുകയാണ്. ഇന്നലെ എന്റെ ഉപ്പയെ ഞാൻ സ്വപ്നം കണ്ടു. എന്റെ ഉപ്പ എന്നോട് ചോദിച്ചു, മകളെ, എന്നെ കാണാൻ നിനക്ക് പൂതിയില്ലേ? ദുനിയാവിലെ ജീവിതം നിനക്ക് ഇഷ്ടപ്പെട്ടു പോയോ മകളെ? എന്നെ കാണാൻ നിനക്ക് പൂതിയില്ലേ എന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പൂതിയുണ്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി പൂർത്തിയാക്കുകയില്ല. എനിക്ക് നിങ്ങളോട് വസിയ്യത്ത് ചെയ്യാനുണ്ട് കേട്ടോ. നിങ്ങളെ കുറിച്ച് 2 പ്രാവശ്യം എന്റെ പിതാവിനോട് ഞാൻ വേവലാതി പറഞ്ഞിട്ടുണ്ട്. എന്റെ പിതാവിനോട് ഞാൻ വേവലാതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ മോശമായി പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? നിങ്ങളുടെ പൊരുത്തമില്ലെങ്കിൽ എന്റെ പിതാവ് പറഞ്ഞത് എന്റെ ഉപ്പയുടെ മഹത്വം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ്. എന്റെ ഉപ്പയുടെ അധികാരം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ്. നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അവസാന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഈ വിഷയം സംസാരിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ട, വളരെ ദൃഢബന്ധത്തോടുകൂടെയുള്ള ജീവിതം നടത്താൻ നമുക്ക് കഴിയണം കേട്ടോ. നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? അവിടെ ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് വല്ലാത്ത ക്ഷീണത്തോടുകൂടെ വീട്ടിലേക്ക് വരികയാണ്. യുദ്ധം വിജയിച്ചു പൂർത്തിയാക്കി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പാതി വഴിയിൽ വെച്ച് മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മരണപ്പെട്ടു പോയിട്ടുണ്ട്. വിവരം പിതാവിനറിയില്ല. പിതാവിന് ഈ വിവരം എത്തിയിട്ടില്ല. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആ മകനെ കഫൻ ചെയ്യുകയാണ്. കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ട് ആ മകനെ മാറ്റിവെക്കുകയാണ്. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മരണപ്പെട്ട മകനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മാറ്റിവെക്കുകയാണ്. പിതാവ് എത്തുമെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ഭർത്താവ് വരുമെന്ന വിവരം ലഭിച്ചിട്ടുണ്ട്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്ന ഭർത്താവിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. കുളിക്കാൻ വെള്ളമെടുത്തു കൊടുത്തു. കുളി കഴിഞ്ഞു. വസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റി. ഭക്ഷണം പാകം ചെയ്ത് തയ്യാറാക്കിയത് ഭക്ഷിപ്പിക്കുകയാണ്. ഈ സമയത്തൊന്നും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് മകനെ കുറിച്ച് ഭാര്യ പറയുന്നില്ല. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എവിടെ നമ്മുടെ പൊന്നുമകൻ? എവിടെ നമ്മുടെ മകനെ കാണുന്നില്ലല്ലോ? വാപ്പ വന്ന വിവരം അവൻ അറിഞ്ഞിട്ടില്ലേ? എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. മകനെ കാണാനുള്ള പൂതിയുണ്ട്. എവിടെ നമ്മുടെ മകൻ എന്ന് ചോദിക്കുമ്പോ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ മറുപടി, മകൻ പുറത്തു പോയിരിക്കുകയാണ്. അവസാനം ഭക്ഷണം കഴിച്ചു. 2 പേരും ശയിക്കുകയും ചെയ്തു. ആ ശയനത്തിൽ നിന്ന് മുക്തമായതിനു ശേഷം ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാൽ അവർക്കത് തിരിച്ചു കൊടുക്കേണ്ടതില്ലേ എന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹയോട് ഈ ഭാര്യയെന്ന് ചോദിച്ചപ്പോ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചോദിക്കേണ്ടതുണ്ടോ? നമ്മളെ ഏൽപ്പിക്കപ്പെട്ട അമാനത്ത് തിരിച്ചു ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടേ? ഉടനെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ മറുപടി വന്നു, അല്ലാഹു നമുക്ക് നൽകിയ അമാനത്തല്ലേ നമ്മുടെ മകൻ. ആ മകനെ അല്ലാഹു ചോദിച്ചപ്പോ കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയുമോ? അല്ലാഹുവിന്റെ ഖളാ എത്തി. ആ മകന്റെ മരണം നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് വാരിയെടുത്ത വസ്ത്രങ്ങൾ ശരീരത്ത് പുതച്ചുകൊണ്ട് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഇലാ ഹളറത്തി റസൂലില്ലാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ ചെന്നുകൊണ്ട് പറയുന്നു, പ്രവാചകരെ, എന്റെ ഭാര്യ ഒരു മനുഷ്യ സ്ത്രീയാണോ നബിയേ? ഒരു മനുഷ്യ സ്ത്രീയാണോ നബിയേ എന്റെ ഭാര്യ? എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണ് ത്വൽഹത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിച്ചപ്പോ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഏത് പെണ്ണിനാണ് നബിയേ ഇതുപോലെ പെരുമാറാൻ കഴിയുക? എത്ര മനക്കട്ടിയുണ്ട് അവൾക്ക്, എത്ര മനസാന്നിധ്യമുണ്ട് അവൾക്ക്. യുദ്ധം കഴിഞ്ഞു വന്ന എന്നെ അവൾ കുളിപ്പിച്ചു തന്നു, എനിക്ക് ഭക്ഷണം തന്നു, അവൾ ക്ഷമിച്ചു. ഈ രൂപത്തിലെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് അവൾ എന്റെ മകൻ മരണപ്പെട്ട വിവരം എന്നോട് പറയുന്നത്. ഇത് അങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ത്വൽഹ, സ്വർഗ്ഗത്തിലെ ഹൂറുൽ ഈകളെ കാണണമെങ്കിൽ അതിനുള്ള ഭാഗ്യം നിനക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട് എങ്കിൽ അത് നിന്റെ ഭാര്യയാണ് ത്വൽഹ. അവർക്കുള്ള സ്വഭാവമാണ് നിന്റെ ഭാര്യക്കുള്ള സ്വഭാവം കേട്ടോ. അവരുടെ ക്ഷമയാണ് നിന്റെ ഭാര്യക്കുള്ള ക്ഷമ. അതുകൊണ്ട് തിരിച്ചു പോകൂ ത്വൽഹത്തേ, നിന്റെ ഭാര്യയുടെ പൊരുത്തം നേടൂ ത്വൽഹത്തേ. ഇത്രമാത്രം ഭർത്താവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബത്ത് സംഭവിച്ച വലിയൊരു പ്രതിസന്ധി മറച്ചു വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹചാരിയായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഈ രൂപത്തിൽ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിൽ ഭർത്താവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു. അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തു. ഈ രൂപത്തിൽ പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ദൃഢമാകേണ്ടതുണ്ട്. രണ്ട് വിഷയങ്ങൾ മാത്രമേ ഈ കുറഞ്ഞ സമയത്ത് നമുക്ക് പ്രതിപാദിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വഅദ് നിർത്തുകയാണ്. സമയം നമ്മൾക്ക് നിശ്ചയിച്ചതിലും അല്പം കൂടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നാളെയും നമ്മുടെ പരിപാടി നടക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് വല്ലാത്തൊരു മജ്ലിസ് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ രൂപത്തിൽ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ബന്ധങ്ങളെല്ലാം ദൃഢമാകേണ്ടതുണ്ട്. നമ്മൾ നല്ലതുപോലെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട്. രക്ഷിതാക്കളെ, പെൺമക്കളെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ആൺമക്കളെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങളുടെ സ്വന്തം മകളെ പോലെ മരുമക്കളെയും നിങ്ങൾ കാണേണ്ടതുണ്ട്. രണ്ടാമതൊരു കണ്ണുകൊണ്ട് കാണാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു. അങ്ങനെ കാണുമ്പോൾ പലപ്പോഴും വിള്ളലുകൾ വീഴുകയാണ്, ആ ബന്ധങ്ങൾ തകർന്നു പോവുകയാണ്. സ്വന്തം മകളെ പോലെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണുങ്ങളെയും നിങ്ങൾ കാണേണ്ടത്, മരുമക്കളെയും നിങ്ങൾ കാണേണ്ടത്. ആ മരുമക്കളോട് ഇസ്ലാം പഠിപ്പിച്ചു, നിങ്ങളുടെ ഉപ്പയെ പോലെ തന്നെ, നിങ്ങളുടെ ഉമ്മയെ പോലെ തന്നെ, അതിനേക്കാളും സ്ഥാനം നിങ്ങളുടെ ഭർത്താവിന്റെ ഉപ്പാക്ക് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്, ഉമ്മാക്ക് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അവരുടെ പരിചരണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് നിങ്ങളുടെ ഭവനം, അതാണ് നിങ്ങളുടെ വീട്. അവിടെ നിന്ന് നിങ്ങൾ പുറത്തു പോകുമ്പോൾ അവരുടെ പൊരുത്തം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്, അവരുടെ തൃപ്തി നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാം അടിവരയിടുകയാണ്, എല്ലാ വിഷയങ്ങൾക്കും പ്രതിവിധി നിശ്ചയിക്കുകയാണ്. അങ്ങനെ ഒരു സുന്ദരമായ മതത്തിന്റെ വാക്താക്കളായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ എല്ലാവരും. ആ ഭാഗ്യം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. മരണപ്പെടുന്ന സമയത്ത് ഈമാൻ കാമിലായി മരിക്കണോ, സ്വർഗത്തിൽ കടക്കണോ, ഈ ബന്ധങ്ങളെല്ലാം മുറ പോലെ പാലിക്കേണ്ടത്.